ലോക കേരള സഭയുടെ 5ാം പതിപ്പ് ജനുവരി 29 മുതൽ 29 നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം. 30-31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സമ്മേളനം നടക്കും. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ജനുവരി 29-നാണ് ലോക കേരള സഭയുടെ ഉദ്ഘാടനം, ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ്. 30-31 തീയതികളിലായി നിയമസഭയുടെ ഹാളിൽ, അതായത് ആ സമയം ബജറ്റ് സമ്മേളനം കൂടി നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോക കേരള സഭയ്ക്കും തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ സർക്കാർ, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ലോക കേരള സഭ എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്കറിയാം, നേരത്തെയൊക്കെ തന്നെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധമടക്കം വലിയ രീതിയിൽ ഉയർന്നു വന്നു. പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, ഗവർണർ അടക്കം പങ്കെടുക്കാതെ കഴിഞ്ഞ ലോക കേരള സഭയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായതാണ്. ഇപ്പം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് നിലവിൽ വരുന്ന വാർത്തകളും ഒക്കെ തന്നെ വിവരവുമെല്ലാം. പക്ഷേ ആ സാഹചര്യത്തിൽ ഏകദേശം 10 കോടി രൂപയോളം ഈ ലോക കേരള സഭയ്ക്ക് ചെലവാകും എന്നുള്ളതാണ്. ഏകദേശം 108 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക കേരള സഭയിൽ സർക്കാരുമായിട്ടുള്ള ഭിന്നിപ്പിനെ തുടർന്ന് ഗവർണർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ലോക കേരള സഭയിൽ ഇനി ഗവർണറെ ക്ഷണിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. പ്രതിപക്ഷം ഈ ലോക കേരള സഭയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ളതിലും സംശയമുണ്ട്. എന്തായാലും ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ലോക കേരള സഭ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ 29-ന് ഔദ്യോഗിക ഉദ്ഘാടനം നിശാഗന്ധിയിൽ വെച്ച് നടക്കും. 30-31 തീയതികളിലാണ് ലോക കേരള സഭ നടക്കുക. ഉന്മേഷ്, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.